അടുത്ത സ്ത്രീവിരുദ്ധ പരാമർശവുമായി സമസ്ത വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. പുരുഷന്മാരെ ഹസ്തദാനം ചെയ്യുന്നതും ആലിംഗനം ചെയ്യുന്നതും ഇസ്ലാം വിരുദ്ധമാണെന്ന് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കല്യാണ റിസപ്ഷനുകളിലെയും മറ്റ് പൊതുപരിപാടികളിലെയും സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ സമസ്തയ്ക്ക് കടുത്ത അതൃപ്തി. ഇസ്ലാമിലെ ഹിജാബ് നിയമം സ്ത്രീകൾ അനുസരിക്കുന്നില്ലെന്നും വിമർശനം. പർദ്ദ കർക്കശമാക്കണമെന്നും ആവശ്യം. ഫേസ്ബുക്കിലൂടെയാണ് സമസ്ത നേതാവിന്റെ കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശം. അനഘ ഹർഷനുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. അനഘ, സമസ്ത എന്ന സംഘടന ഒരു സ്ത്രീ വിരുദ്ധ സ്വഭാവമുള്ള സംഘടനയാണ് എന്ന വസ്തുത നമുക്ക് അറിയാവുന്നതാണ്. അതിന്റെ നേതാക്കൾ പലപ്പോഴും ഇത്തരം ശുദ്ധ അസംബന്ധങ്ങളും സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങളും തുടർച്ചയായി നടത്തുന്നതാണ്. പക്ഷെ ഇത് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുള്ള പരാമർശമാണ്. അതായത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഈ മഹാൻ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്? അതായത് കല്യാണ റിസപ്ഷന് പെൺകുട്ടികൾ പാട്ട് പാടുന്നത് ശരിയല്ല, പെൺകുട്ടികൾ അന്യ പുരുഷന്മാരുടെ കൈക്ക് പിടിക്കുന്നത്, അതായത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ ഈ 6-ാം നൂറ്റാണ്ടിലേക്ക് പോണം എന്നാണോ ഈ ജിഹാദികൾ, വർഗീയവാദികൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഫേസ്ബുക്കിലൂടെ? തീർച്ചയായും ഗൗതം, ഇസ്ലാമിലെ മതപണ്ഡിത സഭയാണ് സമസ്ത. ഈ സമസ്തയിലെ പ്രമുഖ യുവജന സംഘത്തിന്റെ നേതാവാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. അതായത് സമസ്തയിലെ പുതുതലമുറയെ, യുവത്വത്തെ നയിക്കേണ്ട ഒരു നേതാവാണ്. ആ നേതാവിൽ നിന്നാണ് ഇത്തരത്തിലൊരു പരാമർശം, തികച്ചും സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്ക് വഴിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അന്യ പുരുഷന്മാർക്ക് ഹസ്തദാനം ചെയ്യാനും അതേപോലെ അവരെ ആലിംഗനം ചെയ്യാനും ലജ്ജയില്ലാത്ത സ്ത്രീകൾ എന്നാണ്. അതായത് സ്ത്രീ സമൂഹത്തെ, പ്രത്യേകിച്ച് ഇസ്ലാമിലെ സ്ത്രീകളെ മുഴുവൻ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ്. അതായത് അന്യപുരുഷന്മാരെ ആലിംഗനം ചെയ്യുന്നതിനും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതിനും സ്ത്രീകളെ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റൊന്ന്, മത സ്റ്റേജുകളിൽ പോലും, അതായത് ഇസ്ലാമിന്റെ പല മതപരമായ പല പരിപാടികളിലും ആ സ്റ്റേജുകളിൽ പോലും പുരുഷന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന മുസ്ലിം സ്ത്രീകൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മതത്തിന്റെ വേദികൾ, മതപരിപാടികൾ നടത്തുന്ന വേദികൾ, ആ വേദികൾ സ്ത്രീകൾ എന്തിനാണ് പുരുഷന്മാരെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അതായത് മതവേദികളിൽ സ്ത്രീകൾ നിക്ഷിപ്തരാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനായി അദ്ദേഹം പറയുന്നത് ഇസ്ലാമിലെ ഹിജാബ് നിയമം അതിപ്പോൾ ഈ നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ, 2026 വരുമ്പോൾ പല സ്ത്രീകളും, ഇസ്ലാമിലെ സ്ത്രീകളും അത് അനുസരിക്കുന്നില്ല. ആ ഹിജാബ് നിയമം അത് കർശനമായി തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഈ ഹിജാബൊക്കെ കർശനമായി നടക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അത് താലിബാനാണ്. ആ താലിബാനിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കർക്കശമായ നിയമങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളതാണ്. അതേ നിയമം അല്ലെങ്കിൽ അതേ ഹിജാബ് നിയമമൊക്കെ ഇന്ന് ഈ നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള സ്ത്രീകൾക്ക് മേലും അടിച്ചേൽപ്പിക്കണം, അത് പിന്തുടർന്ന് പോകണമെന്നാണ് സമസ്തയിലെ യുവജന സംഘമായിട്ടുള്ള SYSന്റെ നേതാവ് പരസ്യമായി വിളിച്ചു പറയുന്നത്. അല്ല, ജനൻ ടിവിയുടെ ഭാര്യമാരോടല്ല പറയുന്നത്. ആരോടാ പറയുന്നത്? സംസ്ഥ മുസ്ലിം സമൂഹത്തോടാണ് പറയുന്നത്. സംസ്ഥ പറഞ്ഞത് സത്യവിശ്വാസിയായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആ മുസ്ലിം ഉമ്മത്തികളോടാണ് സംസ്ഥ പറഞ്ഞത്, അല്ലേ? നിങ്ങളെന്തിനാ ഭയപ്പെടുന്നത്? അനിയൻ നമ്പ്യാരുടെ ഭാര്യയോടല്ല പറഞ്ഞത്, ആണോ? അങ്ങനെ കുഴപ്പമില്ലേ? മറ്റു സമൂഹത്തിനോടല്ല പറഞ്ഞത്, മുസ്ലിം സമൂഹത്തോടാന്ന് പറയുന്നത്. അത് അംഗീകരിക്കുന്നവർ അംഗീകരിക്കും, ഇല്ലാത്തവര് നിങ്ങളെ ചാനലിൽ വന്ന് ഇരുന്നിട്ട് മുസ്ലിംക്കെതിരെ തുള്ളും. സ്വാഭാവികം, അത് കണ്ടുകൊണ്ടിരിക്കുന്നില്ല. അംഗീകരിക്കുന്നവർ നല്ല രീതിയിൽ അംഗീകരിക്കും. അത് നിങ്ങൾക്ക് ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ. സമസ്ത പറയും, സമസ്തക്ക് പറയാനുള്ള അധികാരം സമസ്തക്കുണ്ട്. അത് സമസ്തയായാലും പറയും, ജമാഅത്ത് ഇസ്ലാം ആയാലും പറയും, തബ്ലീഗ് ആയാലും പറയും, സൽഫി ആയാലും പറയും. മുസ്ലിം സംഘടനകളിൽ മുസ്ലിങ്ങൾ ഉന്നത നേതാക്കന്മാർ പറയും. അത് പറയേണ്ട കടമ അവർക്കുണ്ട്. അത് നിങ്ങൾക്ക് എന്തിനാ പോകേണ്ടത്? നിങ്ങളോടല്ലല്ലോ പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞിനാ? അല്ല, അനിയൻ നമ്പ്യാരോട് ഭാര്യയോട് പറഞ്ഞിനാ? ഇല്ലല്ല. നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടാ. നിങ്ങൾ ആദ്യം ശരിയാക്കി, എന്നിട്ട് മറ്റുള്ളവർ വരണ്ടിക്കാതിരിക്കുക. തുണിയില്ലാണ്ട് കുറെ ആൾക്കാർ ഇന്നും ഉണ്ട്. സമയമാർ മൊബൈലിൽ കാണുന്നില്ലേ തുണിയില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നത്? അവരോട് ആദ്യം നേർക്ക് നല്ല വസ്ത്രം ഇട്ടിട്ട് നടക്കാൻ വേണ്ടി പറ്റും, എന്നിട്ട് തുണി വാങ്ങിക്കൊടുക്കും, ഇടാൻ പറ്റും. ഏടല്ലേ എത്തിയത് നിങ്ങളെ വാർത്ത? താലിബാന് എന്താ വാർത്ത വായിക്കുന്നത്? ഒരു അർത്ഥം വേണ്ടേ? നിങ്ങൾക്ക് വേറെ ഒന്നും വാർത്തയില്ല പറയാൻ വേണ്ടിട്ട്.
നിങ്ങൾ BJP സംഘടനകൾ തന്നെ എന്താ നടക്കുന്നുണ്ട്? ഒരു വാർത്ത നിങ്ങൾ പറയുന്നില്ലല്ല, ഒരു വീഡിയോ വരെ ഇടുന്നില്ലല്ല, എന്തെല്ലാം നടക്കുന്നു? വാർത്ത വായിക്കുമ്പോൾ കുറച്ച് ഈ ഒരു അടിസ്ഥാനങ്ങളുമാണ്. മുസ്ലിം സമൂഹത്തോട് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് അറിയാം അത് എങ്ങനെ അംഗീകരിക്കണം. നിങ്ങൾ കൊള്ളേണ്ട ആവശ്യമില്ല കേട്ടോ. അനിയൻ നമ്പ്യാർ ഭാര്യയോട് പറഞ്ഞ പോലെ ഇപ്പൊ ഉള്ളത്